ഹായ് 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 ചെങ്ങരയിലേക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആഹാ. അപ്പോൾ ഞങ്ങളുള്ളത് ഹൈദരാബാദിൽ നിന്നും ഒരു 100 കിലോമീറ്റർ അപ്പുറത്തല്ലടാ, ഒരു 100 കിലോമീറ്റർ അപ്പുറത്ത് ഇന്നലെ നമ്മൾ നിന്ന ധാബയാണ്. ധാബയിൽ എല്ലാ ലോറികളും വേറെ കുറേയൊക്കെ പോയി 2-3 ഉള്ളൂ. അപ്പോൾ ഈ ഒരു പുളിമരത്തിൻ്റെ ചുവട്ടിലാണ് ഞങ്ങളുടെ കിടപ്പ്. എനിക്ക് ഇന്നലെ മഴ പെയ്തമാതിരി തോന്നിയോ? എന്താ മഴ പെയ്തല്ലേ? ആ, ഈ പുളിയുടെ പൂക്കൾ ഇങ്ങനെ വുഡുമ്മൊക്കെ അടിയിട്ടേ അപ്പോൾ എന്തായാലും നമ്മുടെ ധാബം ഇതവിടെ കിടക്കുന്നു. ചെക്കന്മാരൊക്കെ ചിലർ ഉറങ്ങുന്നു, ചിലർ പണിയെടുക്കുന്നു, അങ്ങനെയൊക്കെയാണ്. ചെറിയ ചെറുക്കന്മാരാണ് ഗൈസ്, ഒക്കെ ചെറിയ ചെക്കന്മാരാണ്, ഫുൾ ആക്റ്റീവാണ്. ഞാൻ ഇന്നലെ ഉറങ്ങുന്നത് 2-2:30 ആയിരിക്കും. ആ നേരത്തെ പോലും ചെക്കന്മാർ ആളുകൾക്ക്, അതായത് ഡ്രൈവർമാർക്ക് ഭക്ഷണം വിളമ്പിക്കൊണ്ടേയിരിക്കുവാണ്. ഏതായാലും അങ്ങനെ രാത്രിയിലേക്ക് കൂടെ എത്ര വണ്ടികൾ, ഇഷ്ടം പോലെ വണ്ടികളെന്നല്ല രാത്രിയൊക്കെ വന്നത്. ആ, ഇഷ്ടം പോലെ വണ്ടികൾ. ഏതായാലും പറഞ്ഞ പോലെ നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. നമ്മുടെ വണ്ടി ഇതാ കിടക്കണം. നമ്മുടെ സാധനങ്ങൾ ഫുള്ളായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കട്ടിയിട്ട് കയറ്റി. അല്ലടാ, ഞങ്ങൾ ഹൈദരാബാദിക്കല്ല കേട്ടോ പിടിക്കണേ. ഞങ്ങൾ ഹൈദരാബാദ് സൈഡല്ല, ഞങ്ങൾ വേറെ വഴി അങ്ങനെ പോയി നോക്കണം. ഹൈദരാബാദൊക്കെ നമ്മൾ പോയ റൂട്ട് തന്നെയല്ലേ, അപ്പോൾ പോവാത്ത റൂട്ട് അങ്ങനെ പോയി നോക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾക്ക് കിലോമീറ്റർ കൂടും, ദിവസങ്ങൾ കൂടും ഒക്കെ ചെയ്യും. കാരണം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ തെലുങ്കാനൊന്നും ഇങ്ങനെ ചുറ്റിയുള്ള പരിപാടിയാണ്. അപ്പോൾ ആ തരത്തിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പ്ലാനൊന്നുമല്ല, ഞങ്ങൾ പോവുക. ഞങ്ങൾ ഇന്ന് രാവിലെ നീച്ചിട്ടാണ് ഞങ്ങൾ എവിടെ പോകണം, എന്ത് കാട്ടണം, എങ്ങനെ ചെയ്യണം തീരുമാനിക്കൽ. അല്ലാതെ ഇതൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ബുക്കിൽ എഴുതി വെച്ചുള്ള പരിപാടി നിർത്തിയാൽ അങ്ങനെ എന്നൊക്കെ ചെയ്തിക്കണോ അതൊക്കെ മുടങ്ങിയിട്ടുള്ളൂ. ഒരു പ്ലാനും ഇല്ലാതെ ഇറങ്ങിയത് കൊണ്ട് ഇവിടെ വരെ ഒരു കുഴപ്പമില്ല. ഇവിടുന്ന് അങ്ങോട്ടുള്ളതല്ലേ, അതൊരു കുഴപ്പമില്ലാതെ പോയിട്ട് ഞങ്ങൾ കരുതിയ പോലെ ഈ ഒരു ഇത് എവിടെ എത്തണം എന്ന് ഞങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. അവിടേക്ക് എത്തോളം ഞങ്ങൾ പരമാവധി ശ്രമത്തിലാണ്. പരമാവധി എന്നൊരു വാക്കില്ല, ശ്രമം തന്നെയാണ് അല്ലേടാ, ശ്രമിച്ചുകൊണ്ട് പോകും. ആ, എന്നാൽ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ ഇറങ്ങുവാണ്. ഇനിയിപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് കുക്ക് ചെയ്യാറുണ്ട്. ചായ ഇപ്പം ഞങ്ങളൊന്ന് കുടിച്ചു അല്ലേ, ചായ ഞങ്ങളടുത്തുള്ള ചായ ഒന്ന് കുടിച്ചു. പിന്നെ ഇനിയിപ്പോൾ പോകുന്ന വഴിക്കൊന്ന് കുക്ക് ചെയ്യണം. അങ്ങനെയൊക്കെ എങ്ങനെയായിട്ട് പല കാഴ്ചകളും കണ്ട് അങ്ങനെ പോകാം. നമുക്ക് പോയാലോ? എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങണം. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഏറടിച്ചിട്ടാണ് ഞങ്ങൾ കുറച്ച് പോവാം. ഏറടിക്കാൻ കൂലി കാര്യമില്ല. ഇവിടെ ആളില്ലേ, ആളില്ല, വന്നിട്ടില്ലേ? അതിൻ്റെ ഉള്ളിലുണ്ടാവും. ഭയ്യ എവിടെ? ഭയ്യ കടക്കോ ഫോൺ കടന്നോ? ആ, നമ്പർ അതിൻ്റെ ഫോണിൽ വിളിക്കണം. അതുപോലെ നമ്പർ വിളിക്കണ്ടേ? നമുക്ക് ഏറെയൊക്കെയാണല്ലോ ഉള്ളൂ, പഞ്ചറൊക്കെയാണ് വിളിച്ചാൽ അപ്പോൾ വീട്ടിലേക്ക് അത് ബുദ്ധിമുട്ടിപ്പിക്കണ്ടവ. ഇന്ന് രാവിലെ തന്നെ നേരം വൈകി, എല്ലാം കൊണ്ട് നേരം വൈകി. അപ്പോൾ ഇനി കുക്ക് ചെയ്ത് കഴിക്കാനുള്ള സമയമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഈ ഹോട്ടലിൽ നിന്ന് ബൂരി അല്ലേ, നല്ല ബൂരി ഉണ്ട്, വടയുണ്ട്, അതുപോലെ തന്നെ മസാല ദോശയുണ്ട്, നെയ് റോസ്റ്റ് ഉണ്ട്, അങ്ങനെ പല ഐറ്റംസും ഉണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് സ്വന്തമായിട്ട് കഴിക്കാം. ഇന്ന് ഈ കഴിച്ചാലേ നമ്മൾക്ക് ഇന്ന് എവിടെയൊക്കെ എത്തിപ്പെടാൻ വേണ്ടി പറ്റുള്ളൂ. ഇന്നലെ തന്നെ ഞങ്ങൾ കുക്ക് ചെയ്ത് നേരം വൈകുകയാണ്. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം പക്ഷേ നമ്മൾ കുക്ക് ചെയ്യണം കേട്ടോ. ഈ നേരത്തുള്ള രാവിലത്തെ ഭക്ഷണം മാത്രം കഴിക്കുക, അല്ലെങ്കിൽ എനർജി പോകും അല്ലടാ. നമ്മളുടെ പൂരി, നമുക്കുള്ള പൂരിയാണ്, ഫ്രഷാണ്. ഹായ് ഹായ്. അപ്പം നമുക്ക് അഭിനായ്, ഓ അദ്ദേഹത്തിൻ്റെ കഥയാണ്. എന്താ അവസ്ഥ? ടേസ്റ്റാ? വായിച്ചിട്ടാണോ അറിയില്ലേ ഗൈസ്? അപ്പോൾ എന്താ പൂരി എന്നൊക്കെ പറഞ്ഞാൽ 1.5 പൂരിയാണ് അല്ലേ? ഇത്ര ഇപ്പം ചെറിയ പൂരിയല്ല, ബെഡ അതാ നമ്മളെ കൈ വെച്ചാൽ തന്നെ അത്യാവശ്യം വലിയ പൂരിയാണ്. എന്നാൽ ഞങ്ങൾ കഴിക്കട്ടെ, കഴിച്ചിട്ട് നമ്മൾ യാത്ര ആരംഭിക്കും. ഗൈസ്, അപ്പം ഞങ്ങൾ ഹൈദരാബാദ് ഹൈവേയിൽ നിന്നും നൈസായിട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇത് എന്താ നമ്മളെവിടേക്ക് പോകണമെന്ന് വെച്ചാൽ ദേവരകൊണ്ട ഫോർട്ടിലേക്കാണ്. ഒരു ഫോർട്ടുണ്ട്, ഇവിടുന്ന് ഒരു 80 കിലോമീറ്റർ അപ്പുറത്താണുള്ളത്. ഹൈദരാബാദിൽ നമ്മൾ ഫുള്ളായിട്ട് കറങ്ങിയതിൻ്റെ വീട് നമ്മുടെ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ നമുക്കൊന്നും എടുക്കാമല്ല. അപ്പോൾ അതുകൊണ്ടാണ് വേറെ റൂട്ട് പിടിക്കുന്നത്.
നമ്മളിപ്പോൾ ഏകദേശം 11:45 സമയമായി. നമ്മൾ അങ്ങോട്ടാണ് പോകേണ്ടത്. ഇതിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ടേ, കുടിവെള്ളം തീരെ ഇല്ല. ഇന്ന് കുലിക്കണോ വേണ്ടല്ലേ? ഇത് കുലിക്കല്ലേ? എൻ്റെ വെള്ളത്തിന് ടേസ്റ്റ് അറിയില്ല. ഏതായാലും ഇവിടെ പൈസ വേണം. സ്ക്വയർ കോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ നാട്ടിൽ ഡീസലൊക്കെ നോക്കണം ഇങ്ങനെയാണ്, ക്യാനിലാക്കി. അതുപോലെ തന്നെ പെട്രോളൊക്കെ ഇവിടെ ഇങ്ങനെ ബ്ലാക്കിന് കൊടുക്കുകയാണ്. ഇവിടെ വേറെ പമ്പൊന്നും ഇല്ലോന്ന്. ഇതാ പമ്പ് അവിടെ HP ഇല്ലോന്നില്ലേ? ഇന്ന് കുക്കിംഗ് ഇവിടെ ആക്കിയാലോ? നമ്മളെ മീൻ വെച്ചത് മീൻ വെച്ച് അതേപോലത്തെ റോഡില്ലേ? ശരിയാ. ഇവിടെ പറ്റൂല ഗൈസ്. ഇവിടെ എന്താ വെച്ചാല് ഗ്യാപ്പില്ല. വേറെ വണ്ടി വന്നാൽ പാസ്സായി പോകാനുള്ള ഒരു ഗ്യാപ്പില്ല. അപ്പൊ അതുകൊണ്ട് വേറെ സ്ഥലം നോക്കാൻ മതി. ഇവർക്ക് മലയാളം അറിയാട്ടോ. മലയാളം അറിയാം. ഹലോ, ഞാൻ ഗ്ലാസ് വാങ്ങി. ഒരു തൊപ്പിയും വാങ്ങണം. 100 റുപ്യ. ഇനി നമുക്ക് തൊപ്പിയുണ്ട് ഇവിടെ. ഇതൊന്നും പോരാ, സാധനം പോരാ. 100 റുപ്യൻ്റെ ഗ്ലാസ് ആട്ടോ. വലിയ മെച്ചമൊന്നും ഉണ്ടാവില്ല. എന്നാലും ഇനി തൊപ്പി നിന്ന് ഇതെന്താ ഇത് വലിയ കളറില്ലല്ലോ അല്ലേ? കളർ കമ്മിയുണ്ട്. ശരിയല്ല. അപ്പോൾ തൊപ്പി വാങ്ങിയില്ല. തൊപ്പി എന്താ വെച്ചാലേ നരച്ചാണ് അല്ലേ? അപ്പോൾ വെറും ഈ ഒരു ഒറ്റ കൂളിംഗ് ഗ്ലാസ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ നമുക്കൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. മെയിൻ റോഡ് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇപ്പോൾ 12:35 40 ആയിട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ കുക്കിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചൊന്ന് സെറ്റാക്കാണ്ട് ഞാൻ സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം. ചോറ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു. കറി ഉള്ളിയും തക്കാളിയും തന്നെയാണ്. പിന്നെ കിഴങ്ങ് പൊരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചെറുപയർ ഉപ്പേരി, ചെറുപയർ കൊണ്ടൊരു ഉപ്പേരി, കിഴങ്ങ് പൊരി, പിന്നെ ഉള്ളത് തക്കാളി ഉള്ളിയും കറിയാണ്. അപ്പോൾ ഇതിലേക്ക് മസാല ചേർത്ത് വെക്കണം കേട്ടോ. ഇതെന്താ വെച്ചാൽ ഉപ്പും മല്ലി മുളക് തുടങ്ങിയപ്പോൾ ഇട്ട് വെള്ളം കൂട്ടി ഞാൻ മിക്സ് ചെയ്തെടുത്ത സംഭവമാണ്. ഒന്നുമില്ല, ഇതൊക്കെ തട്ടുക, ഇളക്കി മറിച്ചുക. ചിലത് പോകും, ചിലത് പോകൂല. അങ്ങനെയൊക്കെ ഉണ്ടാകല് അല്ലേ? നല്ലോണം വേണ്ടിവരണ. തിളച്ചുകൊണ്ടിരിക്കുന്നു. എണ്ണയിൽ കിടന്ന് മുരിയട്ടെ, നല്ലോണം മുരിയണം. കാരണം എന്താ വെച്ചാലേ ചിലത് വേഗലില്ലേ, അങ്ങനത്തെ ഒരു വിഷയം വരലുണ്ട് അല്ലേ? സെറ്റ് അങ്ങനെ കിഴങ്ങ് പൊരി. ഈ കിഴങ്ങ് പൊരി കണ്ടില്ല കേട്ടില്ല എന്ന് പറയുന്നത് കിഴങ്ങ് പൊരിയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. ഇനി അടുത്ത ഞാൻ അത് ഇറക്കി വെക്കുന്നു. അത് കഴിഞ്ഞാൽ ഉടനെ നമ്മളെ ചെറുപയർ വെക്കുന്നു. ഇനി ഇവനായിട്ട് ഇറക്കി വെക്കാം. ചെറു. ആഹാ, അങ്ങനെയെങ്കിൽ ഒരു 3 വിസിലടിച്ചു അല്ലേ? ഇനി ചട്ടി വെച്ചാ കടുക് വറക്കണം അല്ലേ? കടുക് വറക്കുക. കടുക് ഇട്ടിക്കണ്. ഇത് നോക്കാം, അത് പൊട്ടിക്കോട്ടെ. ചെറുപയർ സെറ്റാ അല്ലേ? റെഡി. ഓക്കെ, കടുക് ഉണ്ടാക്കിയത് വേഗം വാടി ആവും. ആണോ? കണ്ടോ? ഇതൊരു ഉപ്പേരിയാണ്. അവിടെ ഇവിടെയൊക്കെ പണിയാണ്, ആകെ പണിയാണ് ഇവിടെ. ഞാൻ തക്കാളി വിട്ടിട്ടില്ല. പിന്നീട് അവിടെ ടേസ്റ്റ് അവിടെ എടുത്തിരുന്നോട്ടെ. തന്നിരിക്കുന്നു. ഇതാ കണ്ട് മജ്ജ ഉപ്പൊക്കെ പാകം അല്ലേ? അപ്പോൾ നമ്മുടെ എല്ലാം നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇത് ചെറുപയർ, ഇത് നമ്മൾ കിഴങ്ങ് പൊരിച്ചത്, ഇത് നമ്മുടെ കറി ഉണ്ടാ. ചോറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തിന്നുന്നുണ്ട്. ടൈറ്റ് തീറ്റിയാണ്. തിന്നല്ലെന്നാ പിന്നെ ആ ഭക്ഷണം ആയിക്കോട്ടെ കേട്ടോ. നമ്മളേ
ബോട്ടിലേക്ക് പോകേണ്ട വഴി തന്നെയാണ്. പക്ഷേ ഒന്ന് തിരിയാണ്. അവിടെ റോട്ടിൽ എന്തോ ഒരു സംഭവം ചാടിക്കിടക്കുക അല്ലെങ്കിൽ ചത്ത് കിടക്കുക. എന്താണെങ്കിലും അത് ഇങ്ങനെ റോട്ടിൽ കിടന്ന അല്ലേ? അത് മിന്നായ പോലെ കണ്ടത്. അത് പൂജ്യമായി വട കഴിഞ്ഞാണ് അല്ലേ? ഇത് പൂജ്യം വഴിപാടൊക്കെ കഴിഞ്ഞ സംഭവമാണ്. പരിപാടി കഴിഞ്ഞ് പോവുകയാണ്. റോട്ടിലിട്ടാ പോയത്. ചിലപ്പോൾ കഴിഞ്ഞ കളിയാണോ? കഴിഞ്ഞ കളിയാണ്. എന്തായാലും വണ്ടി എടുത്തിട്ടേ അതെ അതും നല്ലത്. നമ്മൾ ഇത്തരത്തിലേ ഒരുപാട് ജന്തുജാലങ്ങൾ റോട്ടിൽ കടന്ന് ചാകുന്നത് കാണാം. അങ്ങനെ എന്തെങ്കിലും കാണിയൊക്കെ. പക്ഷേ എങ്കിൽ ഇതെന്തോ ഒരു അമ്പലത്തിൽ പോയാണ് എൻ്റെ അല്ലേ? അത് അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് എന്തോ നമ്മൾ ചെയ്തിട്ട് ഒഴിച്ച് വെച്ചാ എന്തൊക്കെ നാരങ്ങ സംഭവങ്ങളൊക്കെ ഉണ്ട്. നാളികേരം പകുതി പൊട്ടി. അങ്ങനെയൊക്കെ ബൈക്ക് കയറി കഴിഞ്ഞാലേ അല്ലേ? ബൈക്ക് കയറിയ പണിയാണ്. പഞ്ചർ ഒഴിക്കും ചെയ്യും. തല്ലാത്ത കോഴിയാണ്, നാടൻ കോഴിയാണ്. എന്തായാലും നമ്മൾ അരുവൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോവാം. ഒരു ഗ്രാമത്തിലേക്കാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അല്ലേ? ഗ്രാമത്തിലേക്ക് ഇതൊക്കെ ഈ ടൗണിലേക്ക് കയറുമ്പോൾ ഒരു മെയിനായിട്ട് അവിടെ കൊടുത്തിട്ടുള്ള കാര്യം എന്താ അറിയോ? ക്ലീനായിട്ട് സിറ്റി എന്നാണ്. അപ്പം തീരെ ടൗണല്ല ക്ലീനാണ്. പക്ഷേ ഈ ഗ്രാമത്തിലൊക്കെ അവസ്ഥ വളരെ മോശമല്ലേ? നിറയെ വേസ്റ്റുള്ള വെള്ളം, നിറയെ വീടുകൾ നിൽക്കുന്ന ഏരിയ കൂടെ വിടുക എന്നൊക്കെ പറഞ്ഞു. നിക്ക് ഇവിടെ നിക്ക്. വന്നിക്കണേ ഏകദേശം നമ്മള് ഫോർട്ടിന്റെ അടുത്ത് എത്തിയത്. ഫോർട്ടിന്റെ ഒരു ഭാഗമാണ് അല്ലേ? അപ്പൊ ഇവൻ നമ്മളോട് പറയേ എന്തോ പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായില്ല. അപ്പൊ നമ്മൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചപ്പോ ശരിക്കും പറഞ്ഞു. അതൊരു വണ്ടി അതിൻ്റെ ഉള്ളിലേക്ക് അവിടെ വരെ പോകും, സ്റ്റെപ്പ് വരെ പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫോർട്ടിനെ അകത്തേക്ക് ഇങ്ങനെ കയറുവാണ്. അത് ഇതാണ് കവാടം. പിള്ളേർ ഇതാ അവിടെ ആയിരുന്നു കളിച്ചിരുന്നത്. അവർ എന്തോ സാധനം കൊണ്ട് നമ്മുടെ വണ്ടിക്ക് ഒരു അടി അടിച്ചേ. അതൊക്കെ അവൻ്റെ കയ്യത്തെ പൈപ്പാണല്ലേ? നല്ല സൗണ്ട് ഉണ്ടായിരുന്നു പൈപ്പായി. ഞാനും കരുതി ചെക്കന്മാർ കല്ലെടുത്തൊക്കെ എറിഞ്ഞു. അത്ര വലിയ ഡേഞ്ചറൊക്കെ വന്നില്ല. അപ്പോൾ ഫോർട്ടിൻ്റെ കവാടമാണത്. ഇതിൽ നമുക്ക് ഇങ്ങനെ വണ്ടി ആയിട്ട് തന്നെ പോവാം. വണ്ടി ആയിട്ട് പോകാനുള്ള കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപാരം അല്ല, നമുക്ക് കുറച്ചുകൂടി കൊണ്ടുപോകാൻ വണ്ടി നമ്മളെ കണ്ണിൽ കാണുമല്ലോ. അതായത് വലിയ വലിയ കൂറ്റൻ കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഫോർട്ട് നിർമ്മിച്ചിട്ടുള്ളത്. കണ്ടോ? എമ്മ വലിപ്പമുള്ള കല്ലുകളാണ്. ഇതൊക്കെ കരിങ്കല്ലാട്ടോ. കരിങ്കല്ല് കൊണ്ടാണ് ഈ ഒരു ഫോർട്ട് നിർമ്മിച്ചിട്ടുള്ളത് അല്ലേ? ഓ, ഇവിടെ രണ്ട് അറയൊക്കെ. ഓ, ഇവിടെ ഇവിടെ ചെറിയ ഗ്യാപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സ്ക്വയറായിട്ടുള്ള നല്ല രീതിയിൽ തന്നെ ചെയ്തു. പക്ഷേ എങ്കിൽ ഇത് ഇതിൻ്റെ കഥ കഴിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഇതിൻ്റെ അല്ലേ? ഓ, പാട്ടൊക്കെ മക്കളെ കവാട്ടം അടിപൊളിയാണ്. സൂപ്പർ, രക്ഷയല്ല. ഫുള്ള് കരിങ്കല്ലാണ്. കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു കോട്ടയിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഉണ്ടെങ്കിൽ അതിഗംഭീരല്ലേ? ബോട്ടിനകത്ത് നമുക്ക് ഇങ്ങനെ വണ്ടിയായിട്ട് പോവാം. ഈ കാണുന്ന കുന്നുണ്ടല്ലോ, അതിൻ്റെ മേലെയൊക്കെ ഒരുപാട് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഈ പാറയുടെ മേലെയൊക്കെ ഒരുപാട് സ്ഥലത്ത് വിടർന്ന് കിടക്കുന്ന ഒരു ഫോർട്ടാണത്. ഇവിടെ അധികം ആരും സന്ദർശിക്കാനൊന്നുമില്ല കേട്ടോ ഗൈസ്. അതായത് 3 കുന്നുകളുടെ മേലായിട്ടാണ് ഈ ഒരു കോട്ട സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ 3 കുന്നുകളാകുമ്പോൾ തന്നെ ഇതിലെ ഈ പടികളൊക്കെ കയറിയിട്ട് പോകുന്നത് ഇവിടേക്ക് മാത്രമേ നമുക്ക് പോകാനുള്ള ഇതുള്ളൂ എന്നാണ്. അല്ലാതെങ്കിൽ ഇപ്പോൾ ആ ഭാഗത്തൊക്കെ ഉണ്ട്, അവിടെ ഉമ്മലൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് കാണാം. അപ്പോൾ അവിടേക്കൊക്കെ എങ്ങനെ പോകും, എതിനെ പോകുമെന്ന് അറിയില്ല. വഴിയൊന്നും കാണുന്നില്ല പ്രത്യേകിച്ച്. ഉണ്ടാവും വഴി, ചിലപ്പോൾ പോകാൻ പറ്റുമല്ലോ അറിയില്ലല്ലോ. ഞങ്ങളപ്പോൾ പടികൾ കയറി തുടങ്ങുകയാണ്. ഒരു ഫോറസ്റ്റ് വൈബ് ഏരിയ ആണ്. കണ്ടിട്ടൊക്കെ അതിമനോഹരമായിട്ട് തോന്നുന്നുണ്ട്. ഒരു പച്ചപ്പ് എന്ന് പറഞ്ഞതും അതുപോലെ തന്നെ ആന്ധ്രയുടെ തെലുങ്കാനയുടെ ഒക്കെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ മലകളിൽ കുന്നുകളിലൊക്കെ ഈ മുൾച്ചെടിയുള്ളൂ അല്ലേ? വൻ വൃക്ഷങ്ങൾ കാണില്ല. അല്ലെങ്കിൽ പിന്നെ വേപ്പിൻ്റെ മരം ഉണ്ടാവുള്ളൂ. ഏതായാലും ഇവിടെ പോകുന്ന വഴിക്ക് നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറി പോവാണല്ലോ.
ഒരു യാതൊരുവിധ വൃത്തിയോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഫുള്ളായിട്ട് പുല്ലൊക്കെ മൂടിക്കെട്ടി കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു പാതയിലൊക്കെ ഉള്ളത്. ഏതാണ്ട് നമ്മൾ പാറയുടെ അതായത് ഫോർട്ടിൻ്റെ മതിൽക്കെട്ടിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. മേലേക്ക് ഇനി ഒരുപാട് സ്റ്റെപ്പുകൾ കയറി പോകാണ്ട്. ഇതൊക്കെ ഒന്ന് കുഞ്ഞടിയൊക്കെ ഇതോ ആവാൻ സാധ്യത ഉണ്ട്. കാരണം ആ ഒരു ഗ്യാപ്പ് പൊട്ടി വീണതാവാൻ സാധ്യത ഉണ്ട് അല്ലേ. അതിന് ഷേപ്പിലുള്ള കല്ലുകളൊക്കെ ഉണ്ട് അവിടെ കിടക്കണേ. ഓ നിരീക്ഷകൻ വാടാ. നമ്മൾ പോന്നിട്ടുള്ള വഴിയാണത്. നല്ല മനോഹര പ്രകൃതിയായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലം തന്നെ. ഇവിടെ ഈ ദേവരകൊണ്ട ടൗണിൻ്റെ നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ഇതിനെ മേലെ പോയി എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതൊന്ന് കാണാം, നല്ല രസമായിരിക്കും. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഫോർട്ടിൻ്റെ മേലേക്ക് ഏകദേശം എത്തി കഴിഞ്ഞാൽ നമ്മൾ താഴത്തെ ഗേറ്റ് കഴിഞ്ഞിട്ട് മേലെ എന്തായാലും ഒരു കവാടം ഉണ്ടാവുമല്ലോ. ആ കവാടമാണത്. തികച്ചും നശിച്ചുകൊണ്ടിരിക്കുന്നൊരു ഫോർട്ടാണ്. ആടാ. ഓ ഇവിടെയൊക്കെ കല്ലുകൊണ്ട് അതിഗംഭീരമായ തൂണുകളും മേൽക്കൂരയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സീലിങ്ങൊക്കെ ഫുള്ള് സീലിങ്ങൊക്കെ ഫുള്ള് കല്ലാണ്. അങ്ങനെയെങ്കിൽ നമ്മളൊരു പറമ്പൊക്കെ ഇതൊരു മൊത്തത്തിലൊരു പറമ്പ് തന്നെയാണ്. ഒരു പറമ്പിലേക്ക് നമ്മളെത്തി. ഇതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നല്ല വ്യൂ കിട്ടും. ഇതിന് മേലേക്കൊക്കെ കയറാൻ പറ്റുന്നെങ്കിൽ തോന്നുന്നു. ശരി, റിട്ടേൺ നോക്കിയാൽ പോലെ റിട്ടേൺ ഇതിൽ തന്നെയാണൊക്കെ അറിയാൻ ഇതിൽ തന്നെ ആവും. കുഴങ്ങി ഞങ്ങൾ കയറാൻ പഠിക്കട്ടെ. അത് അത്യാവശ്യം തിരക്കല്ലാതെ ഉണ്ട്. അവിടെ നിന്ന് നമ്മളിങ്ങനെ പോന്നു ഈ കാട്ടിൽ വലിയൊരു പുളിമരമാണ്. ഇനി നമ്മൾ ഇതുവഴി അങ്ങനെ മേലേക്ക് അങ്ങനെ കയറി പോവാണ്. അതുപോലെ തന്നെ താഴത്തേക്കൊക്കെ വഴികളുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ അതിലൊന്നും ആരും പോക്കില്ല എന്നാണ് ഈ വഴി കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. ഇതിലൊന്നും ഇപ്പോൾ ആരും പോക്കുണ്ടാവില്ല. നമുക്ക് പോവണമെങ്കിൽ പോയൊക്കെ നോക്കാം. പക്ഷേ നമ്മൾ ഒരുപാട് ലേറ്റായിട്ടാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടേക്കൊന്നും പോകാനുള്ള ടൈമില്ല. അതെ, മെയിനായിട്ട് ഇവിടെ ഒന്ന് കയറിയിട്ട് ഫോട്ടോ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത്. പണ്ട് കാക്കാത്തിയ രാജാക്കന്മാരുടെ സൈന്യാധിപന്മാരായി സേവനമനുഷ്ഠിച്ച പത്മനായക കുടുംബത്തിലെ നേതാവായ ബദൽ നായക് സന്തതിയാണ് ദേവരകൊണ്ട രാജ്യം സ്ഥാപിച്ചതെന്ന് ചരിത്ര സ്രോതസ്സുകളിൽ നിന്ന് നമുക്കറിയാൻ വേണ്ടി കഴിഞ്ഞത്. അങ്ങനെയെങ്കിൽ നമ്മൾ മേലേക്ക് കുറച്ച് കയറി വന്നിട്ട് ഈ പടി സ്റ്റെപ്പ് കയറി വന്നിട്ടുള്ളൊരു വീണ്ടും ഉള്ള ചുമരും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഒരു കവാടം ഉണ്ടാവാം. ഉണ്ടല്ലേ, ഇവിടെ ഒരു കവാടമുണ്ട്. വളരെ എന്താ പറയുക, അലമ്പായി കിടക്കുവാണ്. ഒട്ടും വൃത്തിയില്ലാതെ അല്ലേ. ഇത് പൊട്ടി പോകണടാ. ഇത് നടക്കണ്ട ഇവിടെ ആരും കൊണ്ടുപോയത് ഉണ്ടോ? ഇവിടെ ഒരുപാട് വിലപിടിപ്പുള്ള വസ്തുക്കളുണ്ടായിരുന്നു. ഒരുപാട് വിലപിടിപ്പുള്ള വസ്തുക്കൾ ഉണ്ടായിട്ട് ഈ നിധി കുഴിക്കണ ടീമുണ്ട് അന്നത്തെ കാലത്തൊക്കെ. അപ്പോൾ ഓര് വന്ന് കുഴിച്ചിട്ട് ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊണ്ടുപോയി എന്നൊക്കെയാണ് നമ്മൾക്കിതിനെക്കുറിച്ച് ഗൂഗിൾ പറഞ്ഞു തരുന്ന കുറച്ച് കാര്യങ്ങൾ. ഇതിന് മേലേക്ക് കുറച്ച് കയറിയിട്ടുള്ളൊരു വ്യൂ ആണത്. അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ്. അതുപോലത്തെ ഇതിന് മേലേക്ക് ഇലക്ട്രിക് ലൈന് കാര്യങ്ങളൊക്കെ പോകണ്ടല്ലടാ. മണ്ണിടിഞ്ഞ് വീണ് ആകെ അവശിഷ്ടങ്ങളായി കിടക്കുന്ന ഒരു കാഴ്ചയാണ് മേലേക്കൊക്കെ വന്നിട്ട് കാണാനുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു എന്താ പറയുക റൂമുണ്ട് അല്ലേ. ഇതിനകത്തെന്താ ഇതൊക്കെ ഇവിടെ നിന്നുണ്ടോ താഴത്തേക്ക് നോക്കാനുള്ള സ്പേസാണത് അല്ലേ. ഇവിടെ ഇരുന്ന് കൊണ്ട് ഭടന്മാർക്കൊക്കെ ഇങ്ങനെ നോക്കാം. ആ സ്റ്റെപ്പ് നമ്മൾ വരുന്ന സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കാണണ്ടേ. അതുപോലെ തന്നെ എത്രയോ കിലോമീറ്റർ ദൂരത്തേക്ക് കാണാറിയാം അവിടുന്ന്. അതിഗംഭീരമായി അല്ലേ, സൂപ്പറാണ്. തല മുട്ടാതെ പോകണേടാ, ഇത്രേ ഉള്ളൂ. ഞാനിതിനുള്ളിൽ ഇങ്ങനെ ഇരിക്കുവാണ്. കമാനൊക്കെ നല്ല രസമാണ് അല്ലേ, നല്ല ഭംഗിയുണ്ട്. ഇതിനൊന്നും വലിയൊരു പ്രശ്നമല്ല, വലിയൊരു എന്താ പറയുക കേടുപാടും സംഭവിച്ചില്ല. ഏറ്റവും എടുത്ത് പറയേണ്ട വിഷയം മതിലാണ്. മതിലിനാണ് കാര്യമായിട്ട് ഒരു വിധത്തിലുള്ള പരിക്കുകളും ഇവിടെ ഒന്നും സംഭവിക്കാത്തത്. ഈ കല്ലിൻ്റെ ഈ അറ്റത്തെ കണ്ടിച്ച് എന്തൊക്കെയോ ഒരു വരട്ടുണ്ട് അവർ അല്ലേ. അത് എന്തോ സംഭവമാണ്. നല്ല ഹൈറ്റാണ്, ഏകദേശം ഒരു 30 അടി ഹൈറ്റ് ഇതുണ്ടാവും അല്ലേ. എന്നാൽ പിന്നെ ഞങ്ങൾ കയറുവാണ്. ഇതിൻ്റെ മേലെ അന്നത്തെ കാലത്ത് ഇവർ ചെയ്ത് കൂട്ടി സംഭവമുള്ളതൊക്കെ ഈ ഫില്ലറൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അത്തരത്തിൽ വലിയ വലിയ ഫില്ലറുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. സീലിങ്ങൊക്കെ ഇവിടെയും ചെയ്തിട്ടുണ്ട്. നമ്മൾ വന്ന വഴി ഇതാണ്. ഇനി നമ്മൾ ഇതിലെ പോവേ അതോ ഇതിലെ പോവേ? 2 വഴിയുണ്ട്. മേലേക്ക് അങ്ങോട്ട് കയറാം. അപ്പോൾ ഇതിലൊന്ന് പോയി പോന്നാലോ?
എന്നിട്ട് അവിടെ പോയിട്ട് വരാം. ഏതായാലും വന്നതാണ്, നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ ആയിട്ട് കണ്ടിട്ട് വേണം പോവാം. കാരണം ഇനിയൊരു വരവ് ഇങ്ങോട്ട് എന്നാണെന്ന് അല്ലേ, എന്നാണെന്ന് ഒരു നിശ്ചയമല്ലാത്ത കാലമാണ്. ഇതുവഴിയൊന്നും ആരും വരവില്ല എന്നാ തോന്നുന്നത് അല്ലേ, കാരണം ഇത് നശിച്ചു അല്ലേ. അതുകൊണ്ടാണ് ഇത് നശിച്ചു കഴിഞ്ഞ് വയസ്സ് ആകെ പുടുത്തം പൊട്ടത്. ആ അതെ, ആർക്കോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ തന്നെയാണ് ഇതുള്ളത്. പക്ഷേങ്കിൽ ഇത് ശ്രദ്ധയല്ല, നമുക്ക് നോക്കുന്നില്ല. ഇതിങ്ങനെ പൊളിഞ്ഞാടി അല്ലേ, കല്ലൊക്കെ വീണ അങ്ങനെ പോവാന്നല്ലാതെ ഒന്നുമില്ല. ഇവിടെ ഒരു കവാടം പിന്നെ നമുക്ക് മൈൻഡ് വെക്കില്ല. അത് 14ാം നൂറ്റാണ്ടിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കണത്. ഞാൻ 14ാം നൂറ്റാണ്ട് എന്നുള്ള ഒരു പോയിൻ്റ് അതിലുണ്ടായതുകൊണ്ടാണ് ഇവിടെ വന്നത്. കാരണം അത്രയും വർഷ പഴക്കമുള്ളൊരു കോട്ടയാണ്. അപ്പോൾ ഏകദേശം ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ 7 മലയിട്ട് അവരെടുത്തിട്ടുണ്ട്. അത് 4 മലയിലായിട്ടാണ് കാര്യമായിട്ട് ഈ ഒരു കോട്ട നിൽക്കുന്നത്. ബാക്കി 3 മലയിലും കോട്ടയുടെ മറ്റ് ശാഖകളുണ്ട് എന്നാണ്. ഇവിടെ പാറയ്ക്ക് പടികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ചെറിയ പടികളാണ്, കാണാൻ തന്നെ നല്ല രസമാണ്. പിന്നെ മൊത്തത്തിൽ നല്ല വ്യൂ ആണ്, അടിപൊളി വ്യൂ ആണ്. ആ പച്ചയും പിന്നെ ഈ ഒരു കല്ലിൻ്റെ കളറും ഈ പാറയുടെ കളറും അല്ലേ. ഞങ്ങൾ ഈ കാണുന്ന പുളി ഇവിടെ നിന്നാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. പക്ഷേ ആ വഴി നേരെ അങ്ങനെ പോയാൽ അവിടെ ചെറിയൊരു കോട്ടയുണ്ട് അല്ലേ. ആ കോട്ട മിസ്സായി, അപ്പോൾ സാറില്ല. ടാസ്ക്കാണല്ലോടെ മോനെ. കയറിപ്പോൾ ഒരു കുപ്പി വെള്ളം കരുതിയിട്ടുണ്ട് ഞങ്ങൾ. മേലേക്ക് പോകുന്തോറും വ്യൂ അതിമനോഹരമാണ്. മറ്റ് പ്രധാന വിഷയം എന്ന് പറയുന്നത് ഈ കാണുന്ന കുന്നിലും ഇതിലും അതുപോലെ ഇതിലും എല്ലാത്തിലും ഫോർട്ട് വിരിഞ്ഞ് കിടക്കുവാണ്. അതായത് എല്ലാ ഭാഗത്തും കൂടി അതുമ്പോഴൊക്കെ ഓരോ ബിൽഡിങ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു പച്ചപ്പ് നിറച്ച്, അതെ, ഒരു പച്ചപ്പ് നിറഞ്ഞ പ്രദേശമാണ് ഗൈസ്. ഫുള്ളായിട്ട് പച്ചയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇവിടേക്ക് മരങ്ങൾക്കൊക്കെ എന്നാ പച്ചയാക്കിയിട്ടാ. നല്ല വ്യൂ ആണ്, നല്ല കാറ്റുമാണ്, നല്ല കാറ്റാ. ഈ പാറയൊക്കെ നിൽക്കണ്, ഇതൊരു വലിയൊരു പാറയാണ് ഗൈസ്. ഇതിങ്ങനെ വീഴാതെ നിൽക്കുവാണ്. എമ്മലേ, ഇത് നമുക്ക് ഇലക്ട്രിക് ലൈൻ അങ്ങനെ പോയിട്ട് നേരെ കോട്ടയുടെ ഭാഗത്തേക്കാണ്. കാറ്റാണ് നല്ല. ഇവിടെ ഈ കോട്ടേൻ്റെ ഇവിടെ മേലേക്ക് കയറി പോന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കുളമുണ്ട്, കുളത്തിൽ വെള്ളമുണ്ട്. ഇനി നമുക്ക് മേലേക്ക് അങ്ങോട്ട് ആ ഒരു ബിൽഡിങ്ങിൻ്റെ അവിടേക്ക് പോകാം. പിന്നെ നമ്മൾ ഇതിൻ്റെ മേലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്ഷേത്രം പോലെയാണത് അല്ലേ. അന്നത്തെ ക്ഷേത്രമായിരുന്നു എന്തോ അറിയില്ല, ഒരു ചെറിയൊരു കെട്ടിടമാണ്. ഇവിടെ എന്താ കുയ്യൊക്കെ ഉണ്ടാക്കിയിട്ട് ആദ്യ കൂട്ടുകാരൻ ഫില്ലർ കാര്യങ്ങളൊക്കെ ആയിട്ട് സാധാരണ ഇവർ ചെയ്യുന്ന അതേ ഡിസൈനിലുള്ള ഫില്ലർ കാര്യമൊക്കെയാണ്. അന്നത്തെ ഹോമകുണ്ടാണത് അല്ലേ. അതിഗംഭീരമാണ്, പ്രതിഷ്ഠ ഉണ്ടപ്പോഴും. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ദേവരകൊണ്ട ടൗണിൻ്റെ അതിമനോഹരമായിട്ടുള്ള വ്യൂ. പൊന്നടലിയ കാറ്റാണ്, നല്ല കാറ്റാണ്. ഇത് ഇവിടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അത്രയും മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ്. നല്ല മോനെ, നല്ല കാറ്റാണ്. കാറ്റിന് യാതൊരു ക്ഷാമവും അല്ല. യോന്തിൻ്റെ കളറൊക്കെ കറുപ്പും ചുവപ്പും. അങ്ങനെയെങ്കിൽ രാജകട്ടളയുടെ മേലെ ഞാനും കുക്കു നിൽക്കുകയാണ്. ഗായ്സ്, ഇവിടെ നിന്നിട്ട് ഇങ്ങനെ രാജാവും ഭടന്മാരൊക്കെ ഇങ്ങനെ നോക്കും ആരെയിലൊക്കെ വരുന്നുണ്ടോ കോട്ടയിലേക്ക്. കാരണം ഇവിടുന്ന് ഒരു എത്ര 50-60 കിലോമീറ്റർ അപ്പുറത്തേക്ക് വരെ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഗായ്സ്. നമ്മളുടെ വണ്ടി അവിടെ കുട്ടീനെ കാണണ്ടേ. അതെ, ഈ കല്ലിങ്ങനെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി വെക്കാവും. അത്ര അടുത്ത് നമ്മളെ വണ്ടി. അതിമനോഹരമായുള്ള ഈ ഒരു കാഴ്ച നമ്മൾക്ക് ഒരിക്കലും മറക്കാനാവാത്തൊരു കാഴ്ച തന്നെയാണ്. വരുന്ന വൈക്കള ഗ്രാമമാണ് ഇത് സ്റ്റാർട്ടിങ്ങുള്ളത്. പക്ഷേങ്കിൽ ഇത് അതിക്കടെ നോക്കുമ്പോൾ ഒക്കെ പാട്ടൊരു കൂടിക്കലർ നിൽക്കുന്ന സ്ഥലമാണ് അല്ലേ. ചെന്നപ്പോ കുറച്ചുകൂടെ നോക്കുമ്പോ അതെ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. അതെ, ഷെയർ ചെയ്യാനും മറക്കരുത്. അതായത് കോട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള കല്ലുകളൊക്കെ ഇവിടെ നിന്നത്തെ അല്ലേ. ഈ
മലയ്ക്ക് മേലുള്ള അല്ലെങ്കിൽ ഈ പാറയുടെ മേലുള്ള കല്ലുകൾ തന്നെയാണ് പൊട്ടിച്ചാണ് എടുത്തിട്ടുള്ളത്. അതിന് ഇതൊക്കെ പൊട്ടിച്ചതാണ്. ഇവിടെ ഉണ്ട് ചെയ്ത് 2 കഷ്ണാക്കി വെച്ചിട്ടുണ്ട് ഇവര്. ഇത് പൊട്ടിച്ചിട്ട് 2 കഷ്ണാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ല പഴയ ഉള്ളി വല്ലതും കിടക്കണ്ടാവും. അപ്പം അത്തരത്തിൽ ഈ പാറ എന്ന് പറഞ്ഞത് ഒറ്റ പാറ ഇവിടെ കിടക്കുന്നതാണ്, അല്ലാതെ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടല്ലോ. ഇതിങ്ങനെ പൊട്ടിച്ച് എടുക്കുകയായിരുന്നു അവർ. അതുപോലെ തന്നെ അതങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ കല്ലുകൾ, ഇവിടുത്തെ കല്ലുകൾ ഉപയോഗിച്ച് തന്നെ അത് ഉണ്ടാക്കുന്നില്ല. അല്ല, ക്ലിയർ ആക്കി. അതെ, ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണത്. വാവ്. ഏതായാലും ഈ ഫോർട്ട് ഏകദേശമൊക്കെ പോയി കറങ്ങി കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ 2 പേരും പോന്നു. ഇനി ഞങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് ആടുകയാണ്. ഈ ഒരു ഫോർട്ടിൻ്റെ ഈ ഒരു പരിസരത്ത് നിന്ന് പോകണം നമ്മൾക്ക്. ഇവിടെ നിൽക്കണമെങ്കിൽ നിൽക്കാന്നൊക്കെ തോന്നുന്നു. നിൽക്കണമെങ്കിൽ നിൽക്കാം ഇവിടെ. കാരണം എന്താ വെച്ചാൽ ഇവിടെ വലിയ ശല്യമൊന്നുമില്ല, നല്ലൊരു ഏരിയ ആണ്. ചിലപ്പോൾ രാത്രി പോലീസുകാർ വരുന്നുണ്ടാവാം. ഇനി ഞങ്ങൾ പോലീസ് വിളിച്ചിട്ടോ. പക്ഷെ ഒരു വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. നമ്മളെ യൂട്യൂബ് സബ്സ്ക്രൈബൊക്കെ ചെയ്തില്ലേ, അങ്ങനെയൊക്കെ രസമായിട്ട്. ഇവിടെ അല്ലെങ്കിലും ആന്ധ്രയൊന്നും വലിയൊരു വിഷയം ഉണ്ടാവില്ല നമുക്ക്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നോക്കാം. പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ എവിടെയും നിൽക്കാം അല്ലേ. ഇവിടെ എന്ന് വെച്ചാൽ ആളും മനസ്സിലില്ലാത്തൊരു ഏരിയയാണ്, അതുകൊണ്ടുള്ള പ്രശ്നം. ആൾക്കാരുണ്ടെങ്കിൽ കുഴപ്പമില്ല. കഴിച്ചാൽ അപ്പോൾ ഞങ്ങൾ ദേവരകൊണ്ട ടൗണിലേക്കൊന്ന് ഇറങ്ങിയേക്കാണ്. കാരണം നമുക്ക് പച്ചക്കറിയൊക്കെ ഒന്ന് വേണം. ഇതുവഴി ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പുറത്തൂടെ പച്ചക്കറി ഉണ്ടാവും അല്ലേ. ഇവിടെ ഭയങ്കര തിരക്കുള്ളൊരു ടൗണാണ്. ഒരു തിരക്ക് കുടിച്ചില്ലേ. ഇത് നല്ല ക്ലീൻഡ് ഏരിയ ആണ്, ക്ലീൻഡ് ടൗൺ ആണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ശരിയാണ്. വണ്ടികൾ നോക്കിട്ടോ കഴിച്ച. അപ്പോൾ ഞങ്ങളിങ്ങനെ നമ്മുടെ ഒരു ചെറിയൊരു വണ്ടിയിലാണ് പച്ചക്കറി കട എന്നുള്ളത്. അപ്പോൾ ഇത് വെള്ളരിയാണ് അല്ലേ. വെള്ളരി ഒന്ന് വരെ ഒരു വെള്ളരി വാങ്ങും. കിട്ടണേ കോവയ്ക്കുണ്ട് അല്ലേ. കോവയ്ക്ക കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിൽ ഹാഫ് കെ ജി 1 പീസ് ഉള്ളു. 10. പിന്നെ വെണ്ടക്ക വേണോ? തക്കാളി ഒരു ഹാഫ് കെ ജി ഉണ്ട്. കഴിച്ചതിന് പടവലം ഉണ്ട്. അത് മതി ചേച്ചി ബസ്. അപ്പോൾ നമ്മളെ കുറച്ച് കിഴങ്ങ് വാങ്ങിയിട്ടുണ്ട്, തക്കാളി വാങ്ങിയിട്ടുണ്ട്, ഒരു വെള്ളരി. 80 70 80 രൂപേൻ്റെ സാധനം നമ്മൾ വാങ്ങി. ഓക്കെ, അങ്ങനെയാണ് 80 എന്ന് പറഞ്ഞപ്പോൾ 80 കേട്ടോ. 80 കേൾക്കേണ്ടത്. ഇതൊരു വമ്പ മാർക്കറ്റാണ് കഴിച്ചത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ആടൊക്കെ തൂക്കിയിട്ട് തൂക്കിയിട്ട് അതിൻ്റെ വാല് മാത്രമാക്കി, അതിൻ്റെ തുങ്ങൽ മാത്രമാക്കി വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ കുറേ ഇല ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ ചീര ഐറ്റംസ് ആണല്ലേ. ഇതൊക്കെ ചീരയാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇത് അപ്പോൾ കുക്ക് ചെയ്യാൻ നല്ല ടേസ്റ്റ് ആണെന്നാണ് നമുക്ക് പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഇവിടെ മാത്രമല്ല, ഇവിടെയൊക്കെ വെക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് അല്ലല്ലേ നമ്മൾക്ക് അവർക്ക് റീപ്ലൈ കൊടുക്കാനാണ് കഴിയാത്തത്. എന്താ റീപ്ലൈ കൊടുക്കാനാണ് കഴിയാത്തത്, അല്ലാത്ത പ്രശ്നമൊന്നും നമുക്കില്ല. ഇതാണ് ഒരു ഓട്ടോറിക്ഷയിൽ പോകുന്ന ആളുകൾ കഴിച്ചു. ഒരാപ്പയാണിത്, ഒരാപ്പ ഓട്ടോറിക്ഷയാണത്. ഞാൻ കണ്ടോളി മക്കളെ, എത്ര ആളുകളെ പോണേ വെച്ചിട്ടാ. നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ പോവോ ഗായ്സ്? ഇവരൊക്കെ വണ്ടിക്കാരാണ്. അപ്പോൾ ഓര് പറയാ എടുത്തോട് കുഴപ്പമില്ല. അപ്പോൾ ആളുകളൊന്ന് കണ്ടോളൂ. ഇതിൽ ആരെ ഡ്രൈവർ വെച്ചാൽ ദേവാണ് ഡ്രൈവർ. ദേവാണ് ഡ്രൈവർ. അല്ല മോനെ, എത്ര ആൾക്കാരാ ഈ വണ്ടിയിൽ. ഇനിയും ആളെ കയറ്റോ? വട്ടച്ചോനെ, എവിടെ ഇത് ഇനി എവിടേക്ക് ഇതിൽ ആളെ എങ്ങനെ കയറ്റുക? ഒരു 30. ഓ ഭായ് ആട്ടോ മേ കിतना आदमी है ना? 20 ആളുകളെ ഞാൻ പറഞ്ഞിരുന്ന ഒരു വീഡിയോയിൽ 20 ആളുകളെ വരെ ഇവിടെ കൊണ്ടുപോകുന്നു. 20 ആളുകൾ പോകുന്നുണ്ട് ഒരു ഓട്ടോറിക്ഷയിൽ. നമ്മുടെ 3 ആളെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേരളത്തിൽ. ഇവിടെ 20 ആളുകളെ വെച്ച് പോകുന്നത്. സൂപ്പർ. ഫുൾ ലോഡായി കഴിഞ്ഞാൽ ഡ്രൈവറെ കാണില്ല. ഡ്രൈവറെ ഇക്കാണ്ട് നിങ്ങള് മനോരമ നല്ല കാഴ്ചയാണ് അതൊക്കെ. അതെ, ഇതാ പോണു. അതിൽ ആട് കോഴി ഒക്കെ ഉണ്ട്. എല്ലാ സാധനവും ഉണ്ടായില്ല. ആ പോണേ നമ്മളെ നാട്ടിൽ 2 ആൾക്കാർ കയറി കഴിഞ്ഞാൽ, അതായത് 4-5 ആൾക്കാരായി കഴിഞ്ഞാൽ തന്നെ ഓട്ടോറിക്ഷക്കാരെ കുട്ടികളുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഓട്ടോ ഡ്രൈവർ തന്നെയാണ്, ചേസ് വെൻ്റാവും എന്ന് പറയും. ഇവിടെ അത്തരത്തിൽ പരിപാടിയൊന്നുമില്ല. ഇവിടെ എന്ത് ചേസ് വെൻ്റായാലും ആ നോട്ടൊന്നും ഇവിടെ അല്ല. അങ്ങനെ ഞങ്ങൾ
ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പിൽ എത്തിയിരിക്കുകയാണ്. മാനത്ത് ചന്ദ്രൻ ഉദിച്ചു, പാറ്റകൾ വിരിഞ്ഞിറങ്ങുന്നു. ഇവിടെ ആകെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതെന്താണ്? ഇതെന്തോ സംഭവം എനിക്ക് മനസ്സിലായില്ല. എന്നിട്ട് കാളവണ്ടിയാ? ഇതിനോട് നോക്കി ചെയ്സാണ്. ഇതെന്തോ ഒരു ചെയ്സാണ് ഗൈസ്. ഏതായാലും ഞങ്ങൾ ഇവിടെയാണ് ഇന്നത്തെ സ്റ്റേ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഈ തെലുങ്കാനയിൽ ആന്ധ്രയിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾക്ക് യാതൊരു പേടിയും പേടിക്കേണ്ട. ഈ പെട്രോൾ പമ്പും കിട്ടിയില്ല ഊട്ടിക്കോളി, ദാബയും കിട്ടിയില്ല ഊട്ടിക്കോളി. ഇവരുടെ ഗ്രാമത്തിൽ തന്നെ സ്വതന്ത്രമായിട്ട് കിടക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഇവർ ചെയ്തു തരും. അത്രയും നല്ല ആളുകളാണ്. ഇതുവരെ നമ്മൾക്കുണ്ടായ അനുഭവമാണത്. അത് ഞങ്ങൾ കഴിഞ്ഞ വിജയവാഡ യാത്ര തൊട്ടേ ഞങ്ങൾക്കുള്ള അനുഭവമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ആന്ധ്രയും തെലുങ്കാനയും ഭയങ്കര ഇഷ്ടമാണ്. മൂപ്പര് ഇങ്ങനെയാണോ എവിടെ പോയി കൊണ്ടിട്ടു? വേറൊരു ചോദ്യമൊന്നുമില്ല. എന്താണ്, ഏതാണ്, എവിടുന്ന, അതൊന്നുമില്ല. പിന്നെ പറഞ്ഞ പോലെ ഞങ്ങൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തുള്ളൊരു വീഡിയോ ആയിട്ട് വരാം. നാളെ രാവിലെ നമുക്ക് പുതുപുത്തൻ കാഴ്ചകളും കണ്ടിറങ്ങാം. ഓക്കെ.